അടുത്ത ടോപ്പിക് ഇടങ്ങുകയാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് that helps to protect the data and the privacy of the users in the network. അത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, സൈബർ മീൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെയാണ്, നെറ്റ്വർക്ക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് സൈബർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്, അതാണ് സൈബർ. ഓക്കെ, ഇറ്റ് ഈസ് എ വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നാണ് സൈബർ. അപ്പം അത് എന്താണ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രൊട്ടക്ട്സ് the data and privacy of the users in the network. Okay, provides security to the computer networks that help to protect data and privacy of the users in the network. That protect the data and privacy of users in the network. അതിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ധാരാളം സെക്യൂരിറ്റി ലെവൽസ് നമ്മൾ ഈ നെറ്റ്വർക്കിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ത്രെഡ്സ് ടു സൈബർ വേൾഡ്. ഇപ്പം നെറ്റ്വർക്ക്സ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സൈബർ വേൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സൈബർ വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളതാണ്, കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസ് ആർ പ്രോഗ്രാംസ് തന്നെയാണ് that affect the normal working of the computer system. കമ്പ്യൂട്ടർ വൈറസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഇറ്റ് ഈസ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം. അത് എല്ലായ്പ്പോഴും വേറൊരു പ്രോഗ്രാമിൻ്റെ കൂടെയാണ് അത് നിലനിൽക്കുന്നത്. അതിന് ഇൻഡിവിജ്വലി അതിന് എക്സിസ്റ്റൻസ് ഇല്ല. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. അതായത് ഒന്നിൽ രണ്ടാമതൊരു കോപ്പി എടുക്കാനും 2 4 ആകാനും 4 6 ആകാനും 4 6 8 ആകാനും ഉള്ള ഒരു കേപ്പബിലിറ്റി ആർക്കുണ്ട്? ഈ കമ്പ്യൂട്ടർ വൈറസിന് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ, അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഈസ് നോട്ട് ഹാം ടു my computer. It is not harm to my computer. When this executable file, I had already said that it is attached with another file. When I try to open that file, it will affect the computer system. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ വന്ന് കിടന്നത് കൊണ്ട് ഒരിക്കലും കമ്പ്യൂട്ടർ വൈറസ് നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേങ്കിൽ അതിനോ ആ അറ്റാച്ച് ചെയ്ത് വന്ന ഫയലിനെ ഞാൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ വൈറസ് അറ്റാക്സ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ട് ഇമെയിൽസ് വഴിയൊക്കെയാണ് ഇത് കയറി വരുന്നത്. ഇമെയിൽസ് വഴിയും ചിലപ്പോൾ ചില ഫയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കിന് നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിക്കും, ഇന്ന ഒരു സ്ക്രീൻ സെർവറുകളുണ്ട് അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അല്ല ചില പ്രോഗ്രാംസ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. ആക്ച്വലി നമ്മൾ അറിയത്തില്ല, അതിനകത്ത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു നല്ല സ്ക്രീൻ സെർവറായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ വൈറസും കൂടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും.
അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ സെർവർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഈ വൈറസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം 3 പോയിൻ്റാണ് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത്. ഇറ്റ് എഫക്റ്റ്ലി ഹാംഫുള്ളി ടു ദി കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മുടെ ഡേറ്റയൊക്കെ അത് ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ കമ്പോണൻസിനെ അത് ബാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് സെൽഫ് ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. അതൊരു വേറൊരു പ്രോഗ്രാംസുമായിട്ട് എപ്പോഴും അറ്റാച്ച് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് തന്നെ. അതുപോലെ തന്നെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ആർക്കുണ്ട്? ഈ കമ്പ്യൂട്ടർ വൈറസിന് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നതുകൊണ്ട് ഇത് ഒരിക്കലും ഹാംഫുൾ ആയിരിക്കത്തില്ല. വെൻ വി ട്രൈ ടു ഓപ്പൺ ദാറ്റ് ഫയൽ ഇറ്റ് മേക്സ് ഹാംഫുൾ എഫക്റ്റ് ടു അവർ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഈ 3 പോയിൻ്റാണ് പറയുന്നത് കമ്പ്യൂട്ടർ വൈറസിനെ കുറിച്ച്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് എ പ്രോഗ്രാം. അതൊരു പ്രോഗ്രാം തന്നെയാണ്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഹാംഫുള്ളി, ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് harmfully affect the normal operation of the computer. Of the computer. That will, it is a program that harmfully affect the normal operation of the computer. First point. It can attach itself to another program or files. At the second point, it can attach to another program or files. Program or files, and can replicate means reproduce എന്നുള്ള അർത്ഥമാണ്. and can replicate and spread, and can replicate and spread to other computers. അല്ലേ? കമ്പ്യൂട്ടർ വൈറസ് നമ്മുടെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയറിനെ മാത്രമല്ല നമ്മുടെ ഹാർഡ്വെയറിനെ അത് ബാധിക്കും. ഓക്കെ, തേർഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഇൻഫെക്ട് ദ കമ്പ്യൂട്ടർ വെൻ ദിസ് മലീഷ്യസ് പ്രോഗ്രാം ഈസ് റൺ ഓർ ഓപ്പൺഡ്. ഇറ്റ് ഓൺലി infect the computer when this malicious program is run or opened. ഈ മലീഷ്യസ് പ്രോഗ്രാം വന്നതുകൊണ്ട്, അല്ലെങ്കിൽ വൈറസ് വന്നതുകൊണ്ട് അതൊരിക്കലും നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കത്തില്ല. എപ്പോഴേ ബാധിക്കത്തുള്ളൂ? അത് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആണത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻഫെക്റ്റഡ്
ആവുന്നത്. ഓക്കെ, ഈ മലീഷ്യസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ദാറ്റ് ആർ ഹാംഫുൾ ടു അവർ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നെറ്റ്വർക്കിന് ഹാംഫുൾ ആയിട്ടുള്ള പ്രോഗ്രാംസിനെയാണ് നമ്മൾ മലീഷ്യസ് എന്ന് വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഹാംഫുൾ ടു അവർ സിസ്റ്റം ഓർ ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഓക്കെ, അടുത്ത പറയുന്നത് ഇതാണ്. ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ വൈറസിനെ കുറിച്ച് പറയാനുള്ളത്. അത് ഞാൻ മൊത്തം ടോപ്പിക്കും എടുക്കുകയാണ്. നിങ്ങൾക്ക് ആ ടോപ്പിക്കിനകത്ത് തന്നെ നിങ്ങൾക്ക് 3-4 നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് പറയുന്നുള്ളൂ. അപ്പോൾ ആ ഫോക്കസ് പോയിന്റ് ഉള്ള ഓറിയൻ്റായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പഠിച്ചാൽ മതിയാകും. ഓക്കെ, പക്ഷെ ഞാനത് ഫുള്ളായിട്ട് അങ്ങ് ക്ലാസ് പറഞ്ഞു പോവുകയാണ്. അടുത്ത പറയുന്നത് വേം. വേംസ് എന്ന് പറയുന്നതും ഒരു മലീഷ്യസ് പ്രോഗ്രാം തന്നെയാണ്. ദാറ്റ് ഹാംസ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് കേട്ടോ. ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. കമ്പ്യൂട്ടർ വൈറസിനെ പോലെ ഒരു സിസ്റ്റമായിട്ട് വേറൊരു പ്രോഗ്രാമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയല്ല ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ സ്റ്റാൻഡ് അലോൺ മാൽവെയർ. WR. It is a stand-alone malware. Malware means malicious program. Malware that can replicate itself. റിപ്ലിക്കേറ്റ്സ് മീൻസ് അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ദാറ്റ് ഹാംസ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക്. പ്രധാനമായിട്ട് ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെയാണ് ഇത് ബാധിക്കുന്നത്. ഹാംസ് ദി കമ്പ്യൂട്ടർ enhance the computer system or computer networks. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ഡേറ്റ ട്രാൻസ്പോർട്ട് ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് സ്പ്രെഡ് യൂസിങ് ദി ഡേറ്റ ട്രാൻസ്പോർട്ട് ഫീച്ചർ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. അല്ലെങ്കിൽ ഇത് വേറൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വേറൊരു പ്രോഗ്രാമിൻ്റെ ഹെൽപ്പൊന്നും അവിടെ ഈ വേം യൂസ് ചെയ്യുന്നില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ദ ഡേറ്റ ട്രാൻസ്പോർട്ട് ഫീച്ചർ ഓഫ് ദി computer system. Data transport feature of the computer system യൂസ് ചെയ്താണ് ഇത് വർക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഓഫ് സിസ്റ്റം ആണ്. അടുത്ത ടോപ്പിക്ക് പറയുന്നത് ഇറ്റ് ക്യാൻ എഫക്റ്റ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇറ്റ് ക്യാൻ എഫക്റ്റ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് by slowing down the data traffic, by slow data traffic on the network, by slow data traffic on the network. It can slow data traffic on the network, on the
network. Okay. ഇത് പ്രധാനമായിട്ടും നെറ്റ്വർക്കിനെയാണ് പ്രധാനമായിട്ടും ഇത് ഹാംഫുൾ ആയിട്ട് വരുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അത്രയും ബാധിക്കുന്നെങ്കിൽ പോലും കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെ അത് വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വേംസ് എന്ന് പറയുന്നത്. ഇതും പ്രധാനമായിട്ടും വരുന്നത് ഇമെയിൽസ് വഴിയൊക്കെയാണ് ഈ വേംസ് വരുന്നത്. നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മുടെ മെയിലിനകത്ത് വന്ന് കിടക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഓപ്പൺ ചെയ്യണമെന്നുമില്ല, അത് വന്ന് നമ്മുടെ മെയിലായിട്ടൊക്കെ വന്ന് കിടക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോഴേന് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനകത്തോട്ട് അത് സ്പ്രെഡ് ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് വേമിനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഓക്കെ, അത് തന്നെ ഇപ്പം നമ്മുടെ മെയിലിൽ വന്ന് കിടക്കും. എന്നിട്ട് നമ്മുടെ മെയിലിനകത്ത് കുറേ അഡ്രസ് ബുക്കിലുണ്ട്. ഈ അഡ്രസ് ബുക്കിനകത്ത് കിടക്കുന്ന എല്ലാ മെയിൽ ഐഡിയിലേക്കും ഈ മെയിൽ ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട, അത് തന്നെ ചെയ്തോളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമ്മുടെ മെയിലിലോട്ട് ഈ വേം എന്ന് പറയുന്ന പ്രോഗ്രാം വരും. ഈ പ്രോഗ്രാം വന്ന് എവിടെ വരും? ഈ മെയിലിൻ്റെ അഡ്രസ് ബുക്കിൽ വന്ന് കിടക്കും. ഈ അഡ്രസ് ബുക്കിനകത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഇമെയിൽ അഡ്രസ്സ് കാണും. ഇത് ഓട്ടോമാറ്റിക്കലി എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേം പ്രോഗ്രാം അവർക്ക് ഈ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് വേം. അടുത്ത പറയുന്നത് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് ഇത് നമുക്കൊരു യൂസ്ഫുൾ പ്രോഗ്രാമായിട്ടായിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. നമ്മളതിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോഴേക്കും ഒരു യൂസ്ഫുൾ പ്രോഗ്രാമായിട്ട് നമുക്ക് തോന്നും. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിലീറ്റിംഗ് ദ ഫയൽസ് ഇൻ അവർ സിസ്റ്റം, അല്ലെങ്കിൽ ഡിസ്ട്രോയിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിനകത്ത് കിടക്കുന്ന നമ്മുടെ ആവശ്യമായിട്ടുള്ള ഫയൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അത് ഡിലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഓപ്പൺസ് എ ബാക്ക് ഡോർ ഓൺ ദി കമ്പ്യൂട്ടർ that helps others to enter our unauthorized persons to enter our system and can take our personal details personal details നമുക്ക് അവർക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ, ഒരു ഡോർ കൂടെ അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പം പ്രധാനമായിട്ട് 3 പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒറ്റയടിക്ക് അതൊരു യൂസ്ഫുൾ പ്രോഗ്രാമായിട്ട് തോന്നും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഹാംഫുള്ളായിട്ട് നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്നത്. ഇറ്റ് എഫക്ട് ദി സിസ്റ്റം ബൈ ഡിലീറ്റിംഗ് ദ ഫയൽസ് ആൻഡ് ഇൻഫർമേഷൻ ഓൺ ദി സിസ്റ്റം. അതുപോലെ it also opens a back door to the unauthorized persons who can enter in our system and hack our details, personal details. ഇതാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന മലീഷ്യസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത്. സോഫ്റ്റ്വെയർ അല്ല, പ്രോഗ്രാം. ഓക്കെ, it is appear to be a useful software. It is appear software. It appears as a useful software, but it damages our system once installed.
ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ പർട്ടിക്കുലർ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ഹാംഫുൾ ടു അവർ സിസ്റ്റം. ഇറ്റ് ഡിലീറ്റ്സ്, അടുത്ത പോയിന്റാണ്, ഇറ്റ് ഡിലീറ്റ്സ് ഫയൽസ് ആൻഡ് ഇൻഫർമേഷൻസ് ഫ്രം അവർ കമ്പ്യൂട്ടർ. It will delete files and information from our computer. It create a backdoor on the computer that helps malicious users to access our confidential or personal informations in our computer. When it opens a backdoor through which malicious users, അതായത് ഓതറൈസ്ഡ് അല്ലാത്തുള്ള കള്ളന്മാർ, malicious users can access our personal data. Our personal data. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളിത് ആദ്യം അപ്പയർ ചെയ്യുന്ന ഒരു യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് വിൽ എഫക്ട് harmful to our system by deleting our files and information from our computer, and also it opens a backdoor that helps other users to access our system and take our personal data. ഈ മൂന്ന് പോയിന്റാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഓക്കെ, അടുത്ത പറയുന്ന സ്പാംസ്. സ്പാംസ് ആർ ഇമെയിൽസ്, ജങ്ക്ഡ് മെയിൽസ് എന്ന് പറയും. സ്പാംസ് ആർ ജങ്ക്ഡ് മെയിൽസ്. നമുക്ക് ആവശ്യമില്ലാത്ത മെയിൽസാണ് ഇത്. ആക്ച്വലി ഇത് ചുമ്മാ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ, പ്രധാനമായിട്ടും ഈ അഡ്വർടൈസ്മെൻറ്റാണ്, ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ മെയിലിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മെയിൽ അഡ്രസ്സ് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ത്രൂ എനി വെബ്സൈറ്റ്സ്, നമ്മൾ ബ്രൗസ് ചെയ്തെങ്കിൽ വെബ്സൈറ്റ്സിൽ നിന്നോ, അല്ലെങ്കിൽ ചാറ്റ് റൂംസിൽ നിന്നോ, അതുപോലെ തന്നെ ന്യൂസ് ഗ്രൂപ്പിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ കസ്റ്റമർ ലിസ്റ്റ്, നമ്മളിപ്പോൾ ഒരു ഓൺലൈനായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരൊരു കസ്റ്റമർ ലിസ്റ്റ് അവർ സൂക്ഷിക്കും. ഈ വയാ ത്രൂ ദാറ്റ് ദേ ഗെറ്റ് ദ ഇമെയിൽ അഡ്രസ്. എന്നിട്ട് ഇവർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെയും അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനത്തുള്ള മെയിൽസിനെയാണ് നമ്മൾ സ്പാംസ് എന്ന് പറയുന്നത്. സ്പാംസ്, അൺസോളിസൈറ്റഡ് ഇമെയിൽസ് സെൻറ്റ് ഇൻഡിസ്ക്രിമിനൻ്റ്ലി, ചുമ്മാ വെറുതെ, ഇൻഡിസ്ക്രിമിനൻ്റ്ലി ടു പേഴ്സൺസ് ടു പ്രൊമോട്ട് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ വെബ്സൈറ്റ്സ്, ഈ മെയിൽ അഡ്രസ്സ് കിട്ടുന്നത് ബൈ ത്രൂ എനി അതർ വെബ്സൈറ്റ്സ് or customer list from a website or through video chats or chat rooms. ഇതുവഴിയൊക്കെയാണ് അവർ മെയിൽസ്, നമ്മുടെ മെയിൽ അഡ്രസ്സ് അവർ കളക്ട് ചെയ്യുന്നത്.
ഇന്നുള്ള മിക്കവാറുള്ള ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം തന്നെ ഈ സ്പാംസ് മെയിൽസ് ബ്ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സ്പാംസ് ആർ ജങ്ക് മെയിൽസ്, അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് തന്നെയാണ്. ഓർ ജങ്ക് മെയിൽസ് or junk mails are unsolicited emails sent indiscriminately to persons to promote a product or service. To promote a product or സർവീസ്, അതിനെയാണ് നമ്മൾ ജങ്ക് മെയിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർ കളക്ട് ചെയ്യുന്നത് വയാ ത്രൂ ചാറ്റ് റൂംസ്, നമ്മുടെ മെയിൽ അഡ്രസ് കളക്ട് വയാ ത്രൂ ചാറ്റ് റൂംസ്, അല്ലെങ്കിൽ കസ്റ്റമർ ലിസ്റ്റ് ഫ്രം എ വെബ്സൈറ്റ്സ്, അല്ലെങ്കിൽ ടു ഫ്രം അനദർ വെബ്സൈറ്റ്സ്, യൂസിങ് അനദർ വെബ്സൈറ്റ്സ് ആണ് അവർ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുന്നത്. There are facility to block these spams in our ഇമെയിൽസ്. ഈ നമുക്ക് നമ്മുടെ ഇമെയിലിനകത്ത് നമുക്ക് ഈ സ്പാം ആയിട്ടുള്ള ഇമെയിൽസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതാണ് സ്പാംസ്. അടുത്ത പറയുന്നത് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മാനിപ്പുലേറ്റ് ദ നോർമൽ ബിഹേവിയർ ഓഫ് നെറ്റ്വർക്ക് കണക്ഷൻസ് ആൻഡ് കണക്റ്റഡ് സിസ്റ്റം. ഇറ്റ് മാനിപ്പുലേറ്റ് ദ നോർമൽ ഓഫ് network connections and connected systems. Connected systems. Okay. To manipulate the normal behavior of network connection and connected system. അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ഉള്ള സിസ്റ്റത്തെയും ബാധിക്കും. 3 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സാണ് നമുക്കുള്ളത്. 3 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് വൈറ്റ് ഹാക്കേഴ്സ്. That white hackers are computer experts performs hacking to test the security and the vulnerabilities of the computer networks and computer systems. വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് നല്ല ഹാക്കേഴ്സാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ പോരായ്മകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന ഇതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ചിട്ട് അത് ഇൻഫോം ചെയ്യും. ഓക്കെ, സെക്യൂരിറ്റി ത്രെഡ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുക ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെർണബിലിറ്റീസ് മീൻസ് പോരായ്മകൾ എന്നുള്ള അർത്ഥമാണ്. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് എന്തെങ്കിലും സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നവരാണ് വൈറ്റ് ഹാക്കേഴ്സ്. അവർക്ക് പൈസ കൊടുക്കും.
ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഫേസ്ബുക്കിൻ്റെ ഇത്രത്തെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണീസ് ആരാണോ ആ കണ്ടുപിടിച്ച് അയാൾക്ക് കൊടുക്കുന്നതാണ്. അത് മിക്കവാറും എല്ലാ കമ്പനീസും അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് വൈറ്റ് ഹാക്കേഴ്സ്, അല്ലെങ്കിൽ വൈറ്റ് ഹാറ്റ്സ് എന്നും പറയും. വൈറ്റ് ഹാറ്റ്സ്, WHIT, വൈറ്റ് ഹാറ്റ്സ്. അതായത് കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആണ്. അവരെന്താ ചെയ്യുന്നത്? that performs hacking to the network, computer networks and computer systems to test the security and the vulnerability of the computer network. ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തേക്ക സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് അവർ ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയുന്നത്. വൈറ്റ് ഹാറ്റ്സ്. അടുത്ത പറയുന്നത് ബ്ലാക്ക് ഹാറ്റ്സ്. ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് ആണ്. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വൾണറബിലിറ്റീസ് മീൻസ് പോരായ്മകൾ നടത്തണം. ഈ നെറ്റ്വർക്കിൻ്റെ വൾണറബിലിറ്റീസിനെ അവർ യൂസ് ചെയ്തതിന് ശേഷം ഈ നെറ്റ്വർക്കിനെയും അതുപോലെ തന്നെ ആ കമ്പ്യൂട്ടറിനകത്ത് ആ നെറ്റ്വർക്കിനകത്ത് കണക്ട് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ നകത്തുള്ള ഡേറ്റാസ് അവർ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂസ് ചെയ്യുകയോ അൺഓതറൈസ്ഡ് അവർ യൂസ് ചെയ്യും. പ്രധാനമായിട്ടും ഇത് ഫിനാൻഷ്യൽ ലോസിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ഹാക്കേഴ്സ്. ഒന്നും ഓതറൈസ്ഡ് ഹാക്കേഴ്സ് അല്ല എങ്കിൽ പോലും ബ്ലാക്ക് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് ആണ്. that use the vulnerabilities of the computer network, that takes the information from the computer system that are connected to the computer network. It leads to financial loss. അപ്പം അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്? ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹാറ്റ്സ് ആർ ക്രിമിനൽസ്. വൈറ്റ് ഹാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ വൾണറബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം എന്തൊക്കെയാണ് പോരായ്മകളെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പനി അവരറിയിക്കും ഇന്നതൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇന്നതൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ബാധിക്കും എന്നുള്ള രീതി അറിയിക്കും. അവരാണ് വൈറ്റ് ഹാറ്റ്സ്. അവരുടെ എയിം നല്ലതാണ്. പക്ഷേ ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിമിനൽസ് that breaks the computer network and destroy data and make network unusable. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ബ്രേക്സ് ദ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അതിനകത്ത് കിടക്കുന്ന നെറ്റ്വർക്കും അതുപോലെ തന്നെ ഡേറ്റയൊക്കെ അൺയൂസബിൾ ആക്കും. ഓക്കെ, അതാണ് ബ്ലാക്ക് ഹാറ്റ്സ്. തേർഡ് വൺ ഈസ് ഗ്രേ ഹാറ്റ്. ഗ്രേ ഹാറ്റിൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണ്, പക്ഷേ അവർ ആക്ട് ചെയ്യുന്നത് ഇല്ലീഗലിയാണ്. നിയമപരമായി അവർക്ക് സാധ്യതയില്ല. ഓക്കെ, ഇല്ലീഗലി ആക്ഷനാണ് അവരുടെ, വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ. ആ നെറ്റ്വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി പോരായ്മകൾ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ അവർക്ക് നിയമസാധുത ഇല്ല. അവരുടെ ഇൻറ്റൻഷൻ പറ്റേ നല്ലതായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പറയുന്നത് ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രേ ഹാക്കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് that the intention of the grey hackers are good, but they are not legally act. അവർക്ക് നിയമപരമായി അവർക്കത് ആക്സസ് ചെയ്യാനുള്ള പവറില്ല. പക്ഷേങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ നല്ലതാണ്. അതൊരിക്കലും ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്തേക്കുന്ന സിസ്റ്റത്തെയോ ബാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഹാക്കേഴ്സിനെയാണ് നമ്മൾ ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം 3
ഹാക്കേഴ്സ് ഉണ്ട്, വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ. അപ്പം വൈറ്റ് ഹാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ കണക്ട് ചെയ്തേക്കുന്ന നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യുക. അവരതാണ് വൈറ്റ് ഹാറ്റ്സ് ചെയ്യുന്നത്. ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിനെ മൊത്തമായിട്ട് അവർ വൾണറബിലിറ്റീസ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ വൾണറബിലിറ്റീസ് യൂസ് ചെയ്ത് ആ പർട്ടിക്കുലർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അത് അൺയൂസ്ഡ് ഫോമിലേക്ക് മാറ്റും. അത് മറ്റുള്ളവർക്ക് ആർക്കെടുത്ത് നല്ല യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻഫർമേഷൻ അവർ നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ളവരെയാണ് ബ്ലാക്ക് ഹാറ്റ്സ്. ദേ ആർ ക്രിമിനൽസ്. അടുത്ത് പറയുന്നത് ഗ്രേ ഹാറ്റ്സ്. ദേ ആർ പീപ്പിൾ വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ ബട്ട് ദേ ആക്ട് ഇല്ലീഗലി. അവർക്ക് നിയമപരമായി ആക്ട് ചെയ്യാനുള്ള പവർ ഇല്ല, പക്ഷേങ്കിൽ അവർക്ക് ഗുഡ് ഇൻറ്റൻഷനാണുള്ളത്. അതിൻ്റെ വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ ഇന്ന പ്രോബ്ലംസ് ഉണ്ടെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് ഗ്രേ ഹാറ്റ്സ്. അപ്പോൾ ഇതാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത പറയുന്നത് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി തെഫ്റ്റ് ദാറ്റ് ഒക്കേഴ്സ് ഓൺലൈൻ. ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി തെഫ്റ്റ് that occurs online. It acquires information such as usernames. അടുത്ത പോയിന്റാണ്. It acquires information such as usernames, password. And credit card details by posting as the original website. And credit card details. Credit card or debit card details by posting as the original ഇത് പ്രധാനമായിട്ടും ഒരു ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. ഇത് പ്രധാനമായിട്ടും ഫിനാൻസ് എൻവയൺമെൻറ്റിൽ നടക്കുന്നൊരു തെഫ്റ്റാണ്. ഫിനാൻസ് എൻവയൺമെൻറ്റിൽ, അതായത് ബാങ്കിങ് മേഖലയിലൊക്കെ പ്രധാനമായിട്ടും നടക്കുന്നൊരു തെഫ്റ്റാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അപ്പിയറൻസ് എല്ലാം തന്നെ ആ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, SBIയുടെ ഒരു ബാങ്കിൻ്റെ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചോ. ആ വെബ്സൈറ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒരു അനദർ പേഴ്സൺസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒറ്റയടിക്ക് അതിനകത്ത് അപ്പിയറൻസ് എല്ലാം, അതിനകത്ത് ഇമേജും അതിൻ്റെ ഫോണ്ടും, അതിനകത്ത് എഴുതിയേക്കുന്ന ഫോണ്ട്, ടെക്സ്റ്റിൻ്റെ ഫോണ്ട് എല്ലാം അതുപോലെ, കളർ ബാക്ക്ഗ്രൗണ്ട് കളർ എല്ലാം തന്നെ, ഫോർഗ്രൗണ്ട് കളർ എല്ലാം സിമിലറായിട്ട് നമുക്ക് തോന്നും. പക്ഷേങ്കിൽ അതിൻ്റെ URL ചെറിയൊരു ഡിഫറൻസ് കാണും. അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇത് പ്രധാനമായിട്ട് മെയിൽ വഴിയാണ് കയറി വരുന്നത്. നമ്മുടെ മെയിൽ എവിടെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ടൊക്കെ അറ്റാച്ച്ഡ് ആണ്. അപ്പം നമ്മൾ ഈ മെയിൽ വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഇതിൻ്റെ URL നമ്മൾ ശ്രദ്ധിക്കില്ല. എൻ്റെ അഡ്രസ്സ്, URL മീൻസ് ആ വെബ് അഡ്രസ്സ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ആ ജസ്റ്റ് ആ എംബ്ലം മാത്രം ശ്രദ്ധിച്ച് നമ്മളങ്ങ് കയറും സാധാരണഗതിയിൽ. കയറിയിട്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും. ഈ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ തേർഡ് പേഴ്സൺ, ഈ ക്രിയേറ്റ് ചെയ്ത പേഴ്സൺ എന്തോ ചെയ്യും, ഈ പർട്ടിക്കുലർ ഈ യൂസർ നെയിം പാസ്വേഡും അയാൾ
ലഭിക്കും. അയാൾ ഈ യൂസിങ് ദിസ് യൂസർ നെയിം പാസ്വേഡ് അവിടെ ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻസ് നടത്തും. ദാറ്റ് വിൽ ലോസ് അവർ മണി. ദാറ്റ് വിൽ ലീഡ്സ് ടു അവർ ലോസ് ഓഫ് മണി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ വെബ്സൈറ്റ് പോലെ വേറൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഒരു പേഴ്സൺ, പ്രധാനമായിട്ട് ഇത് ബാങ്കിങ് മേഖലയിലൊക്കെയാണ്, ബാങ്കിങ് സെക്ടറിലൊക്കെയാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് മീഡിയം യൂസ് ചെയ്യുന്ന ഇമെയിൽസാണ്, പ്രധാനമായിട്ട് ഇമെയിൽസ് വഴിയാണ്. നമ്മുടെ ബാങ്ക് അയക്കുന്നതായിട്ട് ഒരു ഇമെയിൽ ആയിരിക്കും നമുക്ക് വന്ന് കിടക്കുന്നത്. ആ ഇമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ക്രെഡൻഷ്യലായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അതിനകത്ത് കൊടുക്കും. സീക്രട്ട് ആയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത ആൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പേരിൽ അവർ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്തും. ദാറ്റ് വിൽ ലീഡ്സ് ടു അവർ ലോസ് ഓഫ് മണി. ഓക്കെ, ഈ ഫിഷിംഗ് വെബ്സൈറ്റ്സിന് ഹാസ് URLs ആൻഡ് ഹോം പേജ് സിമിലർ ടു ഒറിജിനൽ വെബ്സൈറ്റ്സ്. അപ്പം ഫിഷിംഗ് വെബ്സൈറ്റ്സ്, അടുത്ത പോയിന്റാണ്, ഫിഷിംഗ് വെബ്സൈറ്റ്സ് സിമിലർ ആണ് കേട്ടോ, സെയിം അല്ല, സിമിലർ ആണ്. പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വെബ് അഡ്രസ്സ്, URL മീൻസ് വെബ് അഡ്രസ്സും ഹോം പേജൊക്കെ നമുക്ക് സിമിലർ ആയിട്ട്, സെയിം ആയിട്ടല്ല, സിമിലർ ആണ്. ചെറിയ വ്യത്യാസമുണ്ട്, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫിഷിംഗ് വെബ്സൈറ്റ്സ് have URLs, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ്. അതിനാണ് URLs എന്ന് പറയുന്നത്. URLs and home pages. URLs are web address and home pages similar to original ones. ഒറിജിനൽ പോലെ നമുക്ക് അപ്പിയർ ചെയ്യും. പക്ഷേ എങ്കിൽ ഒറിജിനൽ ചെറിയ വ്യത്യാസം അതിനകത്തുണ്ടായി, പെട്ടെന്ന് പക്ഷേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ഈസ് കോൾഡ് സ്പൂഫിംഗ്. ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് misleading websites are called spoofing. The act of creating misleading websites are called spoofing. SPOOFING, spoofing. It is a widespread financial threat on the internet. പ്രധാനമായിട്ട് ഫിനാൻഷ്യൽ സെക്ടറിനെയാണ് ഇത് പ്രധാനമായിട്ടും ഈ ത്രെട്ട് ബാധിക്കുന്നത്. ഫിഷിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫിഷിംഗ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് that occurs online. It acquires information such as username, password and credit card or debit card details by posting as the original websites. Phishing websites have URLs and home pages similar to the original ones. The act of creating and misleading websites are called spoofing. Okay. അടുത്ത പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ കുറച്ച് മാത്രമേ ഫോക്കസ് പോയിന്റ് ഏരിയ പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ പക്ഷേ ആ ടോപ്പിക്ക് മൊത്തമായിട്ടങ്ങ് എടുക്കുകയാണ്. അടുത്ത പറയുന്നത് DOS, ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ്. ഈ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറാണ്. ഇൻ്റർനെറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, നമുക്ക് റെസ്പോൺസ് തരുന്നു. റിക്വസ്റ്റ് കൊടുക്കുന്ന ആളെ ക്ലയൻ്റ് എന്നും റെസ്പോൺസ് തരുന്ന ആളെ സെർവർ എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇയാൾ റിക്വസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കും, സെർവറിന് കൊടുക്കും. സെർവർ ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്ത റെസ്പോൺസ് തിരിച്ച് പ്രൊവൈഡ് ചെയ്യും. ഇതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി ഒരു ഇൻ്റർനെറ്റിനകത്ത് കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ DOS മീൻസ് ഡിനൈൽ ഓഫ് സർവീസ്. ഡിനൈൽ ഓഫ് സർവീസ് ആണ്. എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഓതറൈസ്ഡ് ക്ലയൻ്റ് ആണ്, നല്ലൊരു ക്ലയൻ്റ് ആണ്. ഓക്കെ, ഈ അറ്റാക്കർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റാക്കർ ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സാണ്. അറ്റാക്കർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു, ഈ സെർവറിലേക്ക് ചുമ്മാ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ചുമ്മാ റിക്വസ്റ്റ് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു എല്ലാ സെർവറിനെ സംബന്ധിച്ചോളം, ഏത് സെർവർ എടുത്തോട്ടെ, എല്ലാ സെർവറിനെ സംബന്ധിച്ചോളം അറ്റ് എ ടൈം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, അത് സെർവറിൻ്റെ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സെർവേഴ്സിന് 1000 റിക്വസ്റ്റ് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ. ചിലതിന് 10,000 കാണും, ചിലതിന് ലാക്സ് കാണും. ഓക്കെ, ഈ DOSനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അറ്റാക്കർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവറിലേക്ക് ചുമ്മാ റിക്വസ്റ്റ് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ സെർവറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, ഈ അറ്റാക്കർ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ സെർവറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ റിക്വസ്റ്റ് വരുമ്പോൾ സെർവർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും. അവർ ജെന്യുവൻ ആയിട്ടുള്ള ക്ലയൻറ്റിന് ആ സെർവറിൻ്റെ സർവീസ് കിട്ടത്തില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതാവും. ആ ഒരു സിറ്റുവേഷനാണ് ഡിനൈൽ ഓഫ് സർവീസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, അറ്റാക്കർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർവേഴ്സിലേക്ക് ചുമ്മാ റിക്വസ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അറ്റ് എ ടൈം ആ സെർവറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റിക്വസ്റ്റിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റ് കഴിയുമ്പോഴേക്കിന് സ്വാഭാവികമായിട്ടും ഈ സെർവർ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് അയച്ചുകൊണ്ടേയിരിക്കുക, സെർവർ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഓതറൈസ്ഡ് ക്ലയൻറ്റ്, നല്ലൊരു ക്ലയൻറ്റ് ഈ സെർവറിൻ്റെ സർവീസ് എടുക്കാൻ നോക്കുമ്പോഴേക്കിന് അയാൾക്ക് ആ സർവീസ് ലഭിക്കത്തില്ല. അതിനെയാണ് ഡിനൈൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു സിറ്റുവേഷൻ റേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അറ്റാക്കറുകളുണ്ടാവും. ഒരു അറ്റാക്കറുകളുണ്ടാവും. ഈ അറ്റാക്കർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. യൂസ് ചെയ്ത് ഈ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യും, ചുമ്മാ മെസ്സേജ് അങ്ങോട്ട് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് ഈ സെർവേഴ്സിലേക്ക് മെസ്സേജ് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പിന്നെ റേസ് ചെയ്യും. ഈ സെർവർ റീസ്റ്റാർട്ട് ചെയ്തിരിക്കും. കാരണം അറ്റ് എ ടൈം അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ റിക്വസ്റ്റാണ് ആ സെർവറിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജെന്യുവിൻ യൂസറിൻ്റെ സർവീസ് അവിടെ ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ, ഈ റിക്വസ്റ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് DDoS എന്നാണ് പറയുന്നത്. DDoS മീൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ്. ഈ കമ്പ്യൂട്ടേഴ്സിന് റിക്വസ്റ്റ് അയക്കുന്ന, മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അയക്കുന്ന ഈ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ പറയുന്നത് സോംബീസ്. ഈസ് കോൾഡ് സോംബീസ്. ഓക്കെ, ഇതാണ് ഡിനൈൽ ഓഫ് സർവീസ്. ഓക്കെ, ഡിനൈൽ ഓഫ് സർവീസ്. ഈ ഡിനൈൽ ഓഫ് സർവീസ് നമുക്ക് ഒറ്റ സിസ്റ്റം വെച്ച് ചെയ്യാം, മൾട്ടിപ്പിൾ സിസ്റ്റംസ് വെച്ച് നമുക്ക് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് സോംബീസ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ ജെന്യുവിൻ ആയിട്ടുള്ള യൂസർ ലോഗിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് എടുക്കാൻ നോക്കുമ്പോഴേക്കിന് അതൊരിക്കലും വർക്ക്
ചെയ്യില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സെർവറിന് കഴിയില്ല. കാരണം ഇങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സെർവർ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഒരു ജെന്യുവിൻ ക്ലയൻറ്റിന് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത പറയുന്നത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. Man in the middle attacks. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ക്ലയന്റ് ഉണ്ടാവും, സെർവർ ഉണ്ടാവും, റിക്വസ്റ്റ് കൊടുക്കും, ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കും, സെർവർ റെസ്പോൺസ് ചെയ്യും. അല്ലെങ്കിൽ ക്ലയന്റ് മെസ്സേജ് സെൻഡ് ചെയ്യും സെർവറിലേക്ക്, മെസ്സേജ് ആൻഡ് സെർവർ റെസ്പോൺസ് കൊടുക്കും. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലയന്റിൽ നിന്ന് അല്ലെങ്കിൽ സെൻഡർ, ക്ലയന്റ് സെർവറിൻ്റെ കൊണ്ട് സെൻഡർ റിസീവർ എന്ന കോൺസെപ്റ്റ് ചെയ്യും. സെൻഡർ റിസീവർ എന്നുള്ള കോൺസെപ്റ്റ്. സെൻഡർ ഒരു മെസ്സേജ് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കും, റിസീവറിലേക്ക് അയക്കും. ഒരു തേർഡ് പേഴ്സൺ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജിനെ ഹാക്ക് ചെയ്യും, മെസ്സേജിനെ ക്യാപ്ചർ ചെയ്യും. പക്ഷേങ്കിൽ ആ സെൻഡറും അറിയത്തില്ല, റിസീവറും അറിയത്തില്ല. ഇയാൾ ഇടയ്ക്ക് നിന്നുകൊണ്ട് ആ പർട്ടിക്കുലർ മെസ്സേജിനെ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തതിന് ശേഷം അയാൾ അതിനെ മോഡിഫൈ ചെയ്യും, മെസ്സേജിനെ ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് മോഡിഫൈ ചെയ്യും, and resend to the receiver and resend to the receiver. ഓക്കെ. പക്ഷേ സെൻഡർക്കും അറിയത്തില്ല, റിസീവറിനും അറിയത്തില്ല ഇങ്ങനെ ഒരാൾ മെസ്സേജ് സെൻഡ് ചെയ്തേക്കുന്ന മെസ്സേജിനെ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആർക്കറിയത്തില്ല? സെൻഡർക്കും അറിയത്തില്ല, റിസീവർക്കും അറിയത്തില്ല. ഇത് സാധ്യമാകുന്നത് ആ നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും വെർണബിലിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് എല്ലാ സെക്യൂരിറ്റി ബ്രീച്ചസും ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പം ഇതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ സംഭവിക്കുന്നത് ഫിനാൻഷ്യൽ ലോസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ വരുന്ന മെസ്സേജാണ് ഒറിജിനൽ മെസ്സേജ് എന്ന് കരുതിയ റിസീവർ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കും. ഇതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ വേറൊരാൾ അത് ക്യാപ്ചർ ചെയ്ത് മോഡിഫൈ ചെയ്ത് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് റീസെൻഡ് ചെയ്യും. ഇത് മോഡിഫൈ ചെയ്ത കാര്യം സെൻഡറോ റിസീവറോ അറിയുന്നില്ല. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് ബൈ യൂസിങ് ദ വൾണറബിലിറ്റീസ് ഓഫ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. പോരായ്മകൾ യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഈ കമ്പ്യൂട്ടേഴ്സിനകത്ത് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന ബൈ മീൻസ് ഓഫ് HTTP പ്രോട്ടോക്കോളാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്താണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ത്രെഡ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പം അതിൻ്റെ പുതിയ പ്രോട്ടോക്കോൾസാണ് ഇപ്പം നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നത്. HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡ് പഠിച്ചു വെച്ചേക്കണം. HTTPS മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അതുപോലെ തന്നെ SFTP സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളൊക്കെ യൂസ് ചെയ്താണ് ഇപ്പം നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ടു അവോയ്ഡ് ദി ഇൻട്രഡേഴ്സ് മീൻസ് നുഴഞ്ഞുകയറ്റം. അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് പ്രോട്ടോകോൾസ് ആണ് HTTPSഉം SFTP പ്രോട്ടോകോൾ. HTTPS മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. SFTP മീൻസ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്.
നമ്മൾ സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ റിസീവർ അറിയാതെ ആ പർട്ടിക്കുലർ മെസ്സേജിനെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം മോഡിഫൈ ചെയ്തിട്ട് അത് റീസെൻഡ് ചെയ്യും. ആർക്ക് റീസെൻഡ് ചെയ്യും? ആ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ റീസെൻഡ് ചെയ്യും. ഡെസ്റ്റിലേക്ക് റീസെൻഡ് ചെയ്യുമ്പോഴേന് ഈ വരുന്ന മെസ്സേജ് മോഡിഫൈഡ് മെസ്സേജാന്നുള്ള കാര്യം ആർക്കറിയത്തില്ല? റിസീവറിന് അറിയത്തില്ല. ഓക്കെ. എന്നിട്ട് ആ റിസീവർ ആ വരുന്ന മെസ്സേജിനനുസരിച്ച് ആക്ട് ചെയ്യും. ദാറ്റ് വിൽ ലീഡ്സ് ടു ദി ഫിനാൻഷ്യൽ ലോസ്. അത് ഫിനാൻഷ്യൽ ലോസിലേക്കാണ് സാധാരണ കൊണ്ടെത്തിക്കുന്നത്. അപ്പം ഇത് അച്ചീവ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ്, അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്നത് ബൈ ദ വൾണറബിലിറ്റീസ് ഓഫ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ടു അവോയ്ഡ് ദീസ് അറ്റാക്സ് we are using protocols like HTTPS, Hypertext Transfer Protocol, secure, as well as SFTP, Secure File Transfer Protocol. ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് ഫോക്കസ് പോയിൻ്റ് ഏരിയക്കകത്ത് നിന്ന് പറയാനുള്ളത്. ഈ ചാപ്റ്റർ ഞാൻ ഫോക്കസ് പോയിൻ്റ് ഏരിയയിൽ നിന്നാണ് പഠിക്കുന്നത്. എല്ലാം തിയറിയാണ്. ബാക്കി നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് പോർഷൻ കൂടി ഇതിനകത്തുണ്ട് പറയാനായിട്ട്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഫോക്കസ് പോയിൻ്റ് പറയാത്തത് കൊണ്ട് ഞാനതും ആ ടോപ്പിക്സ് ഞാൻ ഡിസ്കാർഡ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, താങ്ക് യു.